വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയദർശിനി അംഗനവാടി എന്ന പേരിൽ കഴിഞ്ഞ 41 വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംരംഭത്തിൻ്റെ 41ാം വാർഷികവും ഈ സ്ഥാപനത്തിൽ 36 വർഷത്തെ സേവനത്തിന് ശേഷം ഈ വർഷം പിരിഞ്ഞു പോകുന്ന ഹെൽപ്പർ ദേവയാനി എന്ന ബേബിയടുത്തേക്കുള്ള യാത്രയപ്പമാണ് നമ്മൾ ഇന്ന് ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥാപനം ഇവിടെ കൊണ്ടുവരുന്നതിൽ സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരും ഇന്ന് നമ്മോടൊപ്പം നാട്ടിലില്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ. അവരെ ആദരിച്ചുകൊണ്ടും അനുസ്മരിച്ചുകൊണ്ടുമാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ എന്ന മഹാരാജ്യം നേരിട്ട ഏറ്റവും വലിയൊരു വിഷമഘട്ടമായിരുന്നു പോഷകാഹാരം മൂലമുള്ള കുട്ടികളുടെ മരണവും അതുപോലെ തന്നെ അതിദാരിദ്ര്യം കൊണ്ടുള്ള മരണവും. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യരേഖ താഴെയുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ വിപത്തായിരുന്നു ഈ പോഷകാഹാരം മൂലമുള്ള മരണവും അതുപോലെ തന്നെ ദാരിദ്ര്യ പട്ടിണി കൊണ്ടുള്ള മരണവും. ഇതിന് എന്ത് പ്രതിവിധി എന്ന ഇന്ത്യൻ സർക്കാരിൻ്റെ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ ആലോചനയിൽ നിന്നാണ് എല്ലാ ഗ്രാമങ്ങളിലും അംഗനവാടി എന്ന ഒരു സ്ഥാപനത്തിലൂടെ രാജ്യത്തെ കുട്ടികൾക്ക് പോഷകാഹാരവും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തുള്ള പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ മാർഗങ്ങൾ തേടുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1975 ഒക്ടോബർ 2 ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ 106ാം ജന്മദിനത്തിൽ ഇന്ത്യൻ സർക്കാർ ഇത്തരമൊരു ആശയം കൊണ്ടുവരികയും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തത്. 75 ശേഷം 83 അതായത് 8 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ പ്രദേശത്ത് ആ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. 83 നമ്മുടെ പ്രിയദർശിനി അംഗനവാടി നമ്മുടെ ഈ നാട്ടിൽ തൊട്ടടുത്ത ഒരു വീട്ടിൽ വാടക കൊടുത്തുകൊണ്ടുള്ള ഒരു കെട്ടിടത്തിൽ ഒരു വീട്ടിൽ ഒഴിഞ്ഞ വീട്ടിൽ നമ്മൾ സ്ഥാപനം തുടങ്ങുകയും പിന്നീട് അത് ഈ വേദിയുടെ തൊട്ട് പുറത്തുള്ള വാസുവേട്ടൻ്റെ പറമ്പിൽ താൽക്കാലിക ഷെഡിൽ വെച്ചുകൊണ്ട് തുടർന്നു പോരുകയും പിന്നെ നമ്മുടെ നാട്ടിലെ മഹാമനസ്കനായ വാലിയിൽ അറുമുഖേട്ടൻ്റെ സംഭാവനയായി കിട്ടിയ ആ സ്ഥലത്ത് സ്വന്തമായി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയും ഇന്ന് ആ സ്ഥലത്തുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ ഇന്ന് ആ സ്ഥാപനം തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 83 ഈ സ്ഥാപനം ഇവിടെ കൊണ്ടുവരുന്ന ഒരുപാട് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ആളുകളെ എല്ലാം ഇന്നിവിടെ ആദരിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരിൽ. അതിൽ നമ്മുടെ മരണപ്പെട്ടു പോയ കുറെ വ്യക്തികളുണ്ട്. അതിൽ നമ്മുടെ കോലോത്തുവളപ്പിൽ അപ്പുണ്ണിയേട്ടൻ, അതുപോലെ തന്നെ കൈപ്പാടത്താറോട്ടിൽ ഹൈദറാക്ക, ചാണയിൽ രവിയേട്ടൻ, കെ എ കുട്ടി എന്ന് നമ്മളെല്ലാം വിളിച്ചിരുന്ന കെ അലിക്കുട്ടി, കാവുങ്ങൽ അലിക്കുട്ടി, അതുപോലെ തന്നെ നമുക്ക് സ്ഥാനം വിട്ടു തന്ന വാലിയിൽ അറുമുഖേട്ടൻ. ഈ 5 പേരെയും അനുസ്മരിച്ചുകൊണ്ടല്ലാതെ അവരുടെ സേവനങ്ങളെ ഓർത്തെടുത്തുകൊണ്ടല്ലാതെ നമുക്ക് ഈ 41ാം വാർഷികം ആഘോഷിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ കുറെ ആളുകൾ നമ്മുടെ ഇന്ന് ഇവിടെ വേദിയിലുണ്ട്. നമ്മൾ അവരെയും ആദരിക്കുന്നുണ്ട്. എന്തായാലും ഈ വേദിയിൽ ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ എല്ലാവരും കുറച്ച് കാലത്തിന് ശേഷം പഠിക്കുകയും പിന്നീട് ഉയർന്ന വിദ്യാഭ്യാസം നേടി ഇന്ന് ഒരു ഡോക്ടർ പദവി അലങ്കരിക്കുകയും ചെയ്യുന്ന ഡോക്ടർ KSF സലീല നമ്മുടെ ഈ സ്ഥാപന പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് നമുക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് 11ാം വാർഡ് മെമ്പറും ഈ സംഘാടക സമിതി ചെയർമാൻ കൂടിയായിട്ടുള്ള മാത്തൂർ നൂർജഹാനാണ്. അവരെയും ഈ വേദിയിലേക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് 9ാം വാർഡ് മെമ്പർ, മംഗലം പഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ വാസുദേവനാണ്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ 10ാം വാർഡ് മെമ്പർ ആരിഫ ഷഫീർ
ആരിഫ ഷെരീഫ്, അതുപോലെ തന്നെ നവോദയ കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാനും നമ്മുടെ നാട്ടുകാരനുമായിട്ടുള്ള അബ്ദുൽ ഗഫൂർ മാസ്റ്റർ അവരുകളെയും, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിലെ ടീച്ചറും ഇതിന്റെ കൺവീനറുമായിട്ടുള്ള കമല ടീച്ചറെയും എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷപദത്തിലേക്ക് വാർഡ് മെമ്പറും സംഘാടക സമിതി ചെയർമാനും കൂടിയായിട്ടുള്ള മാത്തൂർ നൂർജഹാൻ അവരെ ആദരവ് ക്ഷണിച്ചു വന്നിരുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, കാവഞ്ചേരി പ്രിയദർശിനി അംഗനവാടിയുടെ വാർഷികവും ബേബി ചേച്ചിയുടെ യാത്രയപ്പും വേളയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇതിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ കൺവീനറായ ഷാജഹാൻ വിശദമായി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു. ഇതിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ സലീല, പൂർവ്വ വിദ്യാർത്ഥിനി. നമുക്ക് അഭിമാനിക്കാനും കൂടെ ഉണ്ട്. ഒരു ഡോക്ടറാണ്, ഇവിടെ പഠിച്ച് പോയ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. പിന്നെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഗഫൂർ മാസ്റ്റർ, ഹാരിഫ കാവുങ്ങൽ, എൻ്റെ സഹപ്രവർത്തകയുമായ 10ാം വാർഡ് മെമ്പർ, 9ാം വാർഡ് മെമ്പർ വാസുദേവൻ, നന്ദി പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി കമല ടീച്ചർ, അതുപോലെ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ഇതിന് പ്രയത്നിച്ച എല്ലാവരെയും അതുപോലെ ഇവിടുത്തെ നാട്ടുകാർ, പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനായി ഡോക്ടർ ഷെരീലയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഗഫൂർ മാസ്റ്റർ, വളരെ ഹൃദ്യമായ ഭാഷയിൽ ഓരോരുത്തരെയും സ്വാഗതം ചെയ്ത ഷാജഹാൻ ക, വാർഡ് മെമ്പർമാരായ നൂർജഹാൻ, ആരിഫ കാവുങ്ങൽ, വാസുദേവൻ അവർകൾ, കമല ടീച്ചർ, അധ്യാപകർ, അതിലേറ്റവും എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ആദ്യ അധ്യാപികയായ ഉഷ ടീച്ചർ, മറ്റ് അധ്യാപകർ, അംഗനവാടി വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാളെയുടെ വാഗ്ദാനങ്ങളായി നാം കാണുന്ന കുഞ്ഞുങ്ങൾ, അവരെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചും വളരെയധികം ആസ്വദിച്ചുമാണ് നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അല്ലേ? അങ്ങനെ വളർത്തുന്ന രക്ഷിതാക്കൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഈ പ്രിയദർശിനി അംഗനവാടിയുടെ വാർഷികാഘോഷവും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ബേബി ചേച്ചിയുടെ യാത്രയപ്പം നടത്തുന്ന ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടകയായി എന്നെ ക്ഷണിച്ചതിന് സംഘാടകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ആദ്യം ഞാൻ എന്നെക്കുറിച്ച് പറയാം. സലീന, ഇവിടെ പഠിച്ചു പോയിട്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. PhD ഇൻ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഭയങ്കരമായിട്ടുള്ളൊരു അഭിമാന നിമിഷമാണ് ഇന്ന്. നമ്മൾ പഠിച്ചു പോയൊരു സ്ഥാപനത്തിൽ തന്നെ നമ്മൾ ഒരു വേദിയിൽ ഇരിക്കാൻ വേണ്ടി വരിക, എന്തെങ്കിലും പോസ്റ്റ് എന്തായിക്കോട്ടെ, ഇനാഗുറേഷൻ ആവട്ടെ, അധ്യക്ഷ ആവട്ടെ, എന്തോ ആവട്ടെ, ആ ഒരു ഭയങ്കര അഭിമാന നിമിഷമാണ്, അല്ലെ? ആർക്കാണെങ്കിലും, ഞാനെന്നല്ല ഏതൊരു വ്യക്തിക്കും നമ്മൾ പഠിച്ചു പോയൊരു സ്ഥാപനം, അത് അംഗനവാടി ആവട്ടെ, സ്കൂളാവട്ടെ, കോളേജ് ആവട്ടെ, എന്താവട്ടെ, നമുക്കതൊരു അഭിമാനം. അതുപോലെ ഇന്നൊരു അഭിമാന നിമിഷത്തിലാണ് ഞാനുള്ളത്. അതിനോടൊപ്പം തന്നെ എനിക്കൊരു സങ്കടമുള്ളത്, എൻ്റെ ഒരു സഹപാഠി, എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി ഷഹല എന്ന് പറയും. നിങ്ങൾ പലപ്പെട്ടവർക്കും പ്രിയങ്കരിയാണ് അവൾ, നമ്മളെ ടീച്ചർക്ക് ഉൾപ്പെടെ. അവൾ ഇന്നില്ല എന്നുള്ളത് ഞാൻ സ്മരിക്കുന്നു ഈ വേദിയിൽ. അങ്കണവാടികളുടെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ പേർക്ക് അറിയാത്തത് കൊണ്ടാണ് കുറച്ചേ ഉള്ളൂ നമ്മളെ ഓഡിയൻസ്, കുറച്ച് ആളുകളേ ഉള്ളൂ കാണികളായിട്ടുള്ളത്. കുറേ പേർക്ക് മടിയാണ് മക്കളെ അംഗനവാടിയിൽ വിടാൻ വേണ്ടിയിട്ട്, അവരുടെ സ്റ്റേറ്റസിന് ചേർന്നതല്ല, അതല്ലെങ്കിൽ എന്തോ LKG UKG ആണ് വലിയ കാര്യം, ഇതിലൊന്നും അംഗനവാടിയിലൊന്നും ഒന്നുമില്ല, അംഗനവാടി ഒരു പാവപ്പെട്ടവരുടെ ആദ്യ ലെവലാണ്, പ്രീ പ്രൈമറി ആണ് എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ അതൊക്കെ മാറാൻ പോവുകയാണ്. ഇപ്പോൾ പുതിയ നിയമം വരുവാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു എഡ്യൂക്കേഷൻ റെഗുലേഷൻ വന്നു.
അതിനകത്ത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ നിർബന്ധമായും അംഗനവാടിയിലാണ് വിടുന്നത്. സ്കൂളില്ല, സ്കൂളിന് LKG UKG ഒന്നും ഇല്ല. ഇപ്പം എല്ലാ രക്ഷിതാക്കളും LKG UKGയിലേക്ക് വിടുന്ന കുട്ടികൾ എല്ലാ പാരൻസും അങ്ങനെയാണ് അല്ലേ? എൻ്റെ മക്കള് അംഗനവാടി പോകണ്ട, LKG UKG പോട്ടെ. അങ്ങനെ നിങ്ങളെപ്പോലെ അല്ല കേട്ടോ, നിങ്ങൾ നല്ലവരായ രക്ഷിതാക്കളാണ്. അതുകൊണ്ടാണല്ലോ ഇന്നിവിടെ ഉള്ളത്. പലരും നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നവരാണ് അല്ലേ? അപ്പോൾ അതൊക്കെ മാറാൻ പോവുകയാണ്. ഇനിയിപ്പോൾ പുതിയ റെഗുലേഷൻസ് വന്നു. കേരളത്തിൽ അത് അപ്ലിക്കബിൾ ആവുമോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ആവേണ്ടതാണ്. അപ്പോൾ എന്തായാലും 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ എങ്ങനെയായാലും അംഗനവാടിയാണ് അവരുടെ ആദ്യത്തെ പാഠശാലയായിട്ട് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അംഗനവാടികൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു സ്വന്തം വീട് പോലെ ആവണം. പണ്ടത്തെ അംഗനവാടി പോലെ ഒന്നല്ല ഇപ്പോൾ അല്ലേ? അവർക്കെല്ലാം അന്നൊരു ഉപ്പുമാവാണ് ഉണ്ടായിരുന്നത്, ഒരു ഗോതമ്പിൻ്റെ ഒരു ഉപ്പുമാവാണ് മെയിനായിട്ട് കിട്ടുക. പിന്നെ ഇപ്പം അങ്ങനെയല്ല, എല്ലാ ഭക്ഷണങ്ങളും ഉണ്ട് അവർക്ക്. പാല്, മുട്ട, പോഷകാഹാരങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഗർഭിണികൾക്കുള്ള എന്തൊക്കെയോ പോഷകാഹാരങ്ങൾ, അതുപോലെ തന്നെ കൗമാരപ്രായക്കാർക്കുള്ളത്. അപ്പം അംഗനവാടികളൊക്കെ ഒരുപാട് വികസിച്ചു. നമ്മുടെ നാട്ടിൽ ആളുകൾ മാത്രമാണ് ഇതൊന്നും മനസ്സിലാക്കാത്തതും ഉപയോഗിക്കാത്തതും എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള സ്റ്റേറ്റുകളൊന്നും ഇങ്ങനെ അല്ല. ഇപ്പോൾ കണ്ടില്ല, ഇവിടെ ഒരു പരിപാടി നടക്കുന്നു, എത്ര കുറച്ച് ആളുകളേ ഉള്ളൂ. അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ അംഗനവാടിയിൽ വിടുന്നത് കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ഓഡിയൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾക്ക് എപ്പോഴും അവരുടെ ആദ്യത്തെ സ്കൂളായിട്ടും കോളേജായിട്ടും ഒരു ജോലി സ്ഥലമായിട്ടും എല്ലാം അംഗനവാടികൾ മാറും അല്ലേ? ഇപ്പം നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന എന്താണ്? വായിക്കാനും എഴുതാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ അംഗനവാടിയിൽ തന്നെയാണ് അത് പഠിച്ചു തുടങ്ങുന്നത്. ഒരു അംഗനവാടിയിൽ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോളേജിൽ നമ്മൾ കലാപരിപാടികൾ, ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. ഇവിടെ നിന്ന് പഠിച്ചു കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ് സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതും നമുക്ക് അംഗനവാടിയിൽ കിട്ടാവുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ നമ്മൾ എന്തൊരു ജോലി സ്ഥലവും നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അംഗനവാടിയിൽ തന്നെ പഠിക്കും. ഇപ്പോൾ ഒരു വേസ്റ്റ് ഡിസ്പോസൽ എങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു സ്കൂളും ഒരു കോളേജും ഒരു ജോലി സ്ഥലവും ഒക്കെ ആയിട്ട് നമുക്ക് അംഗനവാടികളെ മാറ്റിയെടുക്കാൻ പറ്റും. കുട്ടികളും അവരുടെ ടീച്ചേഴ്സും, അംഗനവാടിയിലെ ടീച്ചേഴ്സും വിചാരിച്ചാൽ. കുട്ടികൾക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വായനയെക്കുറിച്ചാണ്. അവർ വായിച്ചു വളരട്ടെ. എല്ലാ മക്കളും നല്ല 100% ഉറപ്പാണ് നല്ല മക്കളായി മാറും. നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ 2 വരികൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന തന്നെ ആയിരിക്കും, എന്നാലും. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അല്ലേ? എന്ത് മനോഹരമായ വരികളാണ്. വായിച്ചാലും നമ്മൾ വളരും, വായിച്ചിട്ടില്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വളരും അല്ലേ? പക്ഷെ വായിച്ചു വളർന്ന ആളുകൾക്ക് എന്തുണ്ടായിരിക്കും? വിളയും. അതിലൊരു വിള കിട്ടും നമുക്ക്. അത് 100% ഉറപ്പാണ്. നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളെ മക്കളെ വായിച്ചു വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് വേറെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണല്ലേ? ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ യൂസ് ചെയ്യാത്ത ആളുകൾ ആരുമില്ല. മക്കളെല്ലാവരും മൊബൈലിൻ്റെ അഡിക്ഷൻസ് ആണ്. കുറേ കാലം ഹോസ്പിറ്റലിലൊക്കെ എത്രയോ പേഷ്യൻസ് ആയിട്ടാണ് കുട്ടികൾ വരുന്നത്. 10 മണിക്കൂർ 11 മണിക്കൂർ നീണ്ട മണിക്കൂറുകൾ അവർക്ക് മൊബൈൽ വേണം. എന്തുകൊണ്ടാണ്? നമ്മൾ പാരൻസ് ഒരിക്കലും അത് ശ്രദ്ധിക്കുന്നില്ല. പാരൻസ് വിചാരിക്കുന്നത് എന്താ? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ഞാൻ ഫ്രീ ആവട്ടെ. അപ്പം എന്ത് ചെയ്യും? മക്കൾ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം മൊബൈലിൽ അങ്ങ് ഇരുന്നോളും അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പാരൻസ് ചിന്തിക്കാതെ അവർക്ക് വേണ്ടി. ഇപ്പം ഞാൻ എൻ്റെ മോനെ ഒരു ദിവസം 10 മിനിറ്റാണ് ടൈം, വെറും 10 മിനിറ്റ്. കുറേ പേര് അതിശയപ്പെട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് എങ്ങനെ സാധിക്കുന്നു. അത് സാധിക്കും നമ്മൾ വിചാരിച്ചാൽ. അവന് വേറെ കാര്യങ്ങൾ ചെയ്യും. അത് തന്നെ എങ്ങനെയാ? മൊബൈൽ 10 മിനിറ്റ് കൊടുക്കുന്ന ദിവസം TV ഓൺ ആക്കൂല. TV ആണ് 10 മിനിറ്റ് എങ്കിൽ അന്ന് മൊബൈൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ വിചാരിച്ചാൽ അത് നടക്കും. അപ്പം നമ്മൾ ഓരോ പാരൻസുമാണ് അത് വിചാരിക്കേണ്ടത്. എന്ത്? നമ്മുടെ മക്കളെ. അപ്പം നിങ്ങൾ വിചാരിക്കും അംഗനവാടിയിലെ കുട്ടികൾക്ക് നമ്മൾ എന്ത് വായനാശീലം പറഞ്ഞു കൊടുക്കാനാണെന്ന്. പറ്റും നമുക്ക്. കാരണം ചെറിയ ചെറിയ ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കാം. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇപ്പം എല്ലാവരും വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? ടോയ്സ്. നമ്മുടെ മക്കൾ ഞാൻ ഇത് ചെയ്താൽ നിങ്ങൾ എനിക്ക് എന്ത് മേടിച്ചു തരും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ടോയ്സ് ഞാൻ വാങ്ങിച്ചു തരാം, ആ കാർ ഞാൻ വാങ്ങിച്ചു തരാം, ബാറ്ററിയുടെ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഒരു ബുക്ക് കൂടെ അവർക്ക് സമ്മാനമായി കൊടുക്കാം. ഈ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കൂടെ നിങ്ങൾക്ക് ഒരു ചെറിയ ബുക്ക്. അത് ഇപ്പോൾ ചെറിയ കുട്ടികളല്ലേ, അവർക്ക് എങ്ങനത്തെ ബുക്കുകൾ കിട്ടും? പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ, അതായത് ചിത്രങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ കിട്ടും നമുക്ക്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ ഹൈജീനിക് ആയിട്ടുള്ള വൃത്തിയിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരാളോട് നമ്മുടെ വീട്ടിൽ കയറി വരുന്ന ഒരാളോട് എങ്ങനെ പെരുമാറാൻ പറ്റും, ഈ രീതിയിലൊക്കെയുള്ള പുസ്തകങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനൊന്നും വലിയ വിലയില്ല, 100-200 രൂപയൊക്കെ ഉള്ളൂ. പണ്ടാണെങ്കിൽ അതൊക്കെ വലിയ വിലയാണ്. ഇപ്പം ആളുകൾക്ക് 100-200 രൂപയൊന്നും വലിയ വിലയുള്ള കാര്യമല്ല. 40,000-50,000 രൂപയുടെ ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട് മക്കൾക്ക്.
അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ബുക്സ് വാങ്ങിച്ചു കൊടുക്കാം. വായിച്ച് വളർന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ആത്മധൈര്യം ഉണ്ടാവും ലൈഫിൽ, ഉറപ്പാണത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ആളാണ്. ക്യാൻസർ വന്നു, കീമോതെറാപ്പി ചെയ്തു. ആ സമയത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, വേറെയുള്ള ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസങ്ങൾ എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് തരുന്ന ആത്മധൈര്യം എന്ന് പറയുന്നത് നമ്മൾ വായിച്ച ബുക്കുകളിലൂടെയാണ് മെയിനായിട്ട്. ഇപ്പം നമ്മളിപ്പോൾ നിങ്ങളെ അംഗനവാടി കുട്ടികളോട് വലിയ പുസ്തകം വായിക്കണമെന്നല്ല പറയുന്നത്, വായനാശീലം നിങ്ങൾ പാരൻസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ചെറിയ ബുക്കിലൂടെ ആണെങ്കിലും പിന്നീട് അവരത് വലിയ വലിയ ബുക്കുകൾ വായിച്ച് വളരട്ടെ. കാരണം നമുക്കറിയാം ഹെലൻ കെല്ലർ, അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിൻസ്, അങ്ങനെ കുറേ ആളുകൾ, ഞാൻ കഥ പറഞ്ഞ് നീട്ടുന്നില്ല, അവരൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ വലിയ വലിയ രീതിയിൽ എത്തി വിജയിച്ചവരാണ്. അപ്പം എനിക്കൊരു അസുഖം വന്ന സമയത്ത്, അല്ലെങ്കിൽ ക്യാൻസർ വന്ന സമയത്ത് നമുക്കറിയാം, മുടി കൊഴിഞ്ഞ് കൺപീലിയൊക്കെ പോയ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൺപീലിക്കൊക്കെ എന്തൊരു വിലയാണ്. കാരണം കണ്ണിലോട്ട് ഇങ്ങനെ പൊടിയടിക്കും. നമ്മളിപ്പോൾ കൺപീലി ഉള്ളവരായിരിക്കും, നമുക്ക് മനസ്സിലാവുന്നില്ല കൺപീലിക്ക് എത്ര വിലയുണ്ടെന്നല്ലേ. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ ഒരു സമയത്ത് നമുക്ക് കണ്ണ് തുറക്കാൻ പേടിയാണ്. ആക്ച്വലി കണ്ണിനുള്ളിലോട്ട് പൊടിയടിക്കുന്ന പോലെ കൺപീലി കൊഴിയുമ്പോൾ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ സാഹചര്യങ്ങളും ആത്മധൈര്യത്തോടെ നേരിടാൻ, എനിക്കൊരു പേടി ഉണ്ടായിട്ടില്ല ആ സമയത്ത് അസുഖം വന്നാൽ. പക്ഷെ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു ആ സമയത്ത്. അവരെന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്ത്, ഇനി ഞാൻ വരുമ്പോൾ നീ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തിരിച്ചു പോയത് ഗൾഫിൽ പോകുന്ന സമയത്ത്. പക്ഷെ 3 വർഷം കഴിഞ്ഞിട്ട് ആൾ എന്നെ കാണാൻ വന്നു, ഭയങ്കര ചുറുചുറുക്കോടെ, ഇന്നുള്ള പോലെയല്ല, കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നല്ലപോലെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ അവരെന്നെ അന്തം വിട്ടു. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആണ്. ഞാൻ അത്രയും കോൺഫിഡൻസ് ആയിരുന്നു, നമുക്ക് അസുഖം വന്നാൽ അത് മാറും, നമ്മൾ അങ്ങനെ ടെൻഷൻ അടിച്ച് തളർന്നു കിടന്ന് അങ്ങനെ ഒരു ലൈഫല്ല. അതിന് കാരണം ഇതുപോലെയുള്ള ബുക്സ് വായിച്ചത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആ രീതിയിൽ വളർത്താം. അത് വിചാരിച്ച് ആദ്യമേ ബുക്ക് വാങ്ങിക്കൊടുക്കണം എന്നല്ല, അവർക്ക് ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വായനാശീലം ഉള്ള മക്കളാക്കിയിട്ട് നിങ്ങൾ അവരെ വളർത്തുക. ഓക്കെ, ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ, അല്ലേ? നല്ല കുറെ ഭംഗി ഉണ്ടാവുക എന്നൊന്നും അതിനർത്ഥമില്ല. ഒരു നല്ല ആളാവുക എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവണം, നല്ല വെളുത്തിട്ടാവണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണാനുള്ള ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നും ആയിരിക്കരുത്. നല്ല ആളുകളോട് പെരുമാറാൻ സൊസൈറ്റിയിൽ ജാതിമത ഭേദമന്യേ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാനുള്ള ഒരു മനസ്സും ഒരു നല്ല മനുഷ്യത്വമുള്ള മക്കളായിട്ട് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ അത് നമ്മളെ പാരൻസിന്റെ കഴിവാണല്ലേ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ മേക്കപ്പ് യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ കാണാൻ എന്ത് ഭംഗിയാ പൊതുവെ, ഏത് ചെറിയ കുട്ടികളാണെങ്കിലും അല്ലേ. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ തന്നെ നോക്കി, എല്ലാവരെയും കാണാൻ എന്തൊരു സുന്ദരന്മാരാ. പക്ഷെ ഇവർ ഈ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് പാരൻസ് ആണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് ലിപ്സ്റ്റിക് ഇട്ട് അവർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുത്ത് എന്തിനാണ് അതിന്റെ ആവശ്യം? എന്ത് ചെറിയ കുട്ടികൾ, പാവങ്ങളല്ലേ, അവരെന്ത് ചെയ്തു? അവരെ ഇനി എന്തിനാ നിങ്ങൾ ഇത്രയും മേക്കപ്പ് ഒക്കെ ഇടുന്നത്? അത് കാരണം ആ കുട്ടികൾക്ക് പല അസുഖങ്ങളും പിന്നീട് വരും. അപ്പോൾ പാരൻസിന് വേണമെങ്കിൽ യൂസ് ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ അത്രയും കുഞ്ഞു കുട്ടികളെ നിങ്ങൾ ഇതുപോലെ അസുഖങ്ങൾക്കൊന്നും, ഇതിപ്പോൾ നിങ്ങൾ പാരൻസ് നിങ്ങൾ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യുന്ന പാരൻസ് ഉണ്ട്. അപ്പം നിങ്ങളത് ഒഴിവാക്കുക. അവർക്ക് അറിയില്ല, അവർ ചെറിയ കുട്ടികളല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഭംഗിയുള്ളവരാണല്ലേ. പിന്നെ വല്ല പരിപാടി, കലാപരിപാടി, ഡാൻസ്, ഒപ്പന, ആ സമയത്തൊക്കെ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം, യൂസ് ചെയ്യാം. അത് വല്ലപ്പോഴും അല്ലേ, ഇയർലി ഒരു വർഷത്തിൽ ഒരിക്കലാവും, അല്ലെങ്കിൽ പിന്നെ മാസത്തിലൊന്നും പറയാനില്ല, 6 മാസത്തിലൊരിക്കലും, അങ്ങനെയൊക്കെയല്ലേ യൂസ് ചെയ്യും. ഇതിപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോൾ തന്നെ കുട്ടികൾ അണിഞ്ഞൊരുങ്ങി ആ രീതിയിലാണ് കാണുന്നത്. അതൊക്കെ നിങ്ങൾ മാറ്റാം. അപ്പോൾ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, അംഗനവാടികളൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഇന്നത്തെ കാലത്ത് അംഗനവാടി പഴയ അംഗനവാടി പോലെയൊന്നും അല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലേ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുട്ടികൾക്ക്. പഴയ പോലെ നമ്മൾ കിടക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ പിന്നെ ഓടി കളിക്കാനുള്ള ഇതില്ല, ടോയ്സ് ഇല്ല, ഇപ്പം എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരോട്, പാരൻസിനോടും കുഞ്ഞു മക്കളോടും എല്ലാം പറയാനുള്ളത്, എനിക്ക് നല്ല വായനാശീലമൊക്കെ വളർത്തി നല്ല ആത്മധൈര്യം സ്വയം കുട്ടികളിൽ ആർജിച്ചെടുക്കുന്ന നല്ല രീതിയിലുള്ള മക്കളായിട്ട് നിങ്ങൾ വളരുക. അവരെ നല്ല രീതിയിൽ വളർത്തുന്ന പാരൻസ് ആയിട്ടും നിങ്ങൾ മാറുക. ഓക്കെ, പ്രിയദർശിനി അംഗനവാടിയിൽ ഉണ്ടായിരുന്ന കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്ന അവരിൽ ഒരാളായി നിന്ന് അവർക്ക് ഊട്ടിയും ഉറക്കിയും അവരുടെ കണ്ണിലുണ്ണിയായി മാറിയ നമ്മുടെ സ്വന്തം ബേബി ചേച്ചിക്ക് ഇനിയും ഒരുപാട് കാലം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഉള്ളൊരു റിട്ടയർമെൻറ്റ് ലൈഫ് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. പ്രിയദർശിനി അംഗനവാടിയുടെ വാർഷിക ആഘോഷവും യാത്രയപ്പം നടത്തുന്ന ഈ പരിപാടി
ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ KSLയിലേക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഇനി ഡോക്ടർ സെലിലയെ ആദരിക്കുന്ന ചടങ്ങാണ്. അവരെ ആദരിക്കുന്നത് 11ാം വാർഡ് മെമ്പറും നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ചെയർമാനും കൂടിയായിട്ടുള്ള മാത്തൂർ നൂർജഹാനാണ്. അവരെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ KS സെലിലയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. തുടർന്ന് ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു 10ാം വാർഡ് മെമ്പർ ആരിഫ ഷരീഫ്. അതിലെ വീട്ടപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഈ പ്രിയദർശിനി അംഗനവാടിയുടെ 46ാം വാർഷികവും 41ാം വാർഷികവും അതുപോലെ തന്നെ ടീച്ചറിൻ്റെ 36ാം യാത്രയയപ്പ് സമ്മേളനമൊക്കെയാണ് ഇവിടെ. യഥാർത്ഥത്തിൽ എനിക്ക് ആ ടീച്ചറോട് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. അത് ഒന്നാമത് എനിക്ക് പറയാൻ തോന്നുന്നത് ഞാനും ഒരു ടീച്ചറായതുകൊണ്ടായിരിക്കാം. നമുക്കറിയാം, ഏത് മേഖലയിൽ ചെന്നാലും ഇനി ആ ടീച്ചർക്ക് ടീച്ചറെ എന്ന് വിളിച്ച് ഓടി വരാൻ ഒരു കുഞ്ഞെങ്കിലും കാണും. അതുകൊണ്ട് തന്നെ ടീച്ചർ ഇവിടുന്ന് വിരമിക്കുന്നുണ്ടെങ്കിലും ടീച്ചർക്ക് നല്ലൊരു ഭാവിയാണ് ഉണ്ടാവുന്നത്. എവിടെ ചെല്ലുമ്പോഴും ടീച്ചറെ എന്ന് വിളിക്കുന്നത് ഒരു ഭയങ്കര അഭിമാനം തന്നെയാണ്. ഏതായാലും ടീച്ചർക്കും ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ. വേദിയിൽ ആദരവ് ഈ സ്ഥാപനത്തിലെ ആദ്യത്തെ അധ്യാപികയായിരുന്ന ഉഷ ടീച്ചറെ ആദരിക്കുന്നത് 10ാം വാർഡ് മെമ്പർ ആരിഫ ഷരീഫ്. ആദരിക്കുന്നതിന് വേണ്ടി ആരിഫ ഷരീഫിനെയും ആദരവ് സ്വീകരിക്കുന്ന ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉഷ ടീച്ചറെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നു. ഉഷ ടീച്ചർ. അതിനുവേണ്ടി അവരെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ ആദ്യമായിട്ട് അംഗൻവാടി തുടങ്ങിയ ഉടനെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണ്. 1984 ഓഗസ്റ്റ് 1 നമ്മളിവിടെ അംഗൻവാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് സർവേ എടുക്കാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് തുടങ്ങിയത് 84 ഓഗസ്റ്റ് 1 അന്ന് നമ്മളൊരു വാടക വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ വാസേട്ടൻ, കളപ്പറമ്പിൽ വാസേട്ടൻ്റെ സ്ഥലത്ത് ആ പുളിയുടെ ചോട്ടിലായിട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ്, ഒരു ഷെഡ് കെട്ടിയിട്ടാണ് നമ്മൾ അംഗൻവാടി തുടങ്ങിയത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കാരണം ഷെഡ് കെട്ടാനും അങ്ങനെയൊക്കെ. പിന്നെ 1990 6 വർഷം നമ്മൾ അങ്ങനെ ഷെഡിലും വാടക ഇതിലൊക്കെ ആയിട്ട് കഴിഞ്ഞു. 1990 ഡിസംബർ 15 ഇപ്പോഴുള്ള ഈ ബിൽഡിങ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അന്നത്തെ നമ്മളെ ഉദ്ഘാടക ഷെഹലയായിരുന്നു. ഈ ഷെലിയിൽ ഒന്നിച്ചായിരുന്നു അംഗൻവാടിയിൽ വന്നിരുന്നത്. അന്നത്തെ ഒരു ചോദ്യത്തിൻ്റെ മറുപടി ഇന്ന് എനിക്ക് ഷെലിയിലേക്ക് കൊടുക്കാണ്ട്. കാരണം അന്ന് ഷെഹലയാണ് നമ്മളെ ബിൽഡിംഗ് ഉദ്ഘാടനത്തിന് വന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് എപ്പോഴും വരിക. അപ്പോൾ അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ടീച്ചറെ എന്താ ഷെഹലേനെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്, ഞാൻ എന്താ എനിക്ക് ചെയ്തൂടെ എന്നൊരു ചോദ്യം. പക്ഷെ അതിനിപ്പോൾ ഇന്ന് ഞാൻ മറുപടി കൊടുക്കുകയാണ്. അതേ വേദിയിലൊരു ഉദ്ഘാടനത്തിൽ എനിക്കും കൂടി പങ്കെടുക്കാൻ പറ്റി.
ഷലീല ഉദ്ഘാടനം ചെയ്യുന്നത്. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇപ്പം ഇന്നാ അറിഞ്ഞത്, ഇപ്പം ഇവിടെ വന്നപ്പോൾ ഷലീല തന്നെയാണ് പറഞ്ഞത് ഷഹല നമ്മളെ കൂടെ ഒന്നും ഇല്ല എന്നുള്ളത്. അതിൽ വളരെ ഒരു ഖേദം തോന്നുന്നു എനിക്ക്. കാരണം അന്നത്തെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു ഷലീലൊക്കെ. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഷലീല ഈ ഡോക്ടറായിട്ട് ഇവിടെ വന്നത്. അതിലും എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഞാൻ ആദ്യാക്ഷരം പറഞ്ഞു കൊടുത്തൊരു കുട്ടി ഇന്നൊരു ഡോക്ടറായിട്ട് എന്നെപ്പോലെ തന്നെ ഈ വേദിയിൽ വന്നിരിക്കാൻ പറ്റിയല്ലോ. അതിൽ ദൈവത്തിനോട് ഞാൻ വളരെ നന്ദി പറയുകയാണ്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, അംഗൻവാടി ഇപ്പോൾ ഷലീല പറഞ്ഞ പോലെ തന്നെ അംഗൻവാടി നമ്മൾ തഴയരുത്. കാരണം അംഗൻവാടിയിൽ നിന്ന് കുട്ടികളുടെ എല്ലാ വികാസങ്ങളും ഉണ്ടാകുന്നത് അംഗൻവാടിയിൽ നിന്നാണ്. കുറേ എഴുത്തോ ഇംഗ്ലീഷോ പഠിച്ചുകൊണ്ടായില്ല. നമ്മളൊരു മറ്റുള്ളവരോട് പെരുമാറാൻ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുന്നത് അംഗൻവാടിയിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരോടും പിന്നെ പറയാനുള്ളത് അംഗൻവാടിയിലേക്ക് പറഞ്ഞയക്കുക. പിന്നെ ഞാനും ബേബി എടുത്തിയും 18 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് മാറിയത്, സ്ഥലം മാറിപ്പോയത്. ഇനി എനിക്കും ഇതാ ഒരു 3 വർഷം കൂടി ഔദ്യോഗിക ജീവിതമുണ്ട്. അത് കഴിഞ്ഞാൽ ഞാനും ഇതുപോലെ ഒരു റിട്ടയർമെൻറ്റിൻ്റെ വക്കത്താണ്. പിന്നെ അപ്പോൾ ബേബി എടുത്തിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം നേരെയാണ് ഞാൻ. ഒപ്പം ഞാൻ ഒരു ചെറിയൊരു പ്രസൻറ്റ് കൊടുക്കാൻ ബേബി എടുത്തിനെ ക്ഷണിക്കും കൂടിയാണ്. ഞങ്ങൾ ഒന്നിച്ച് ഇത്രയും കാലം വർക്ക് ചെയ്തതാണ്, അതിൻ്റെ ഒരു സന്തോഷം. താങ്ക് യു. അടുത്തതായി ഈ വേദിക്ക് ആശംസകൾ അർപ്പിക്കുന്നു 9ാം വാർഡ് മെമ്പറായിട്ടുള്ള വാസുദേവൻ. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷ, എൻ്റെ സഹപ്രവർത്തകനുമായ 11ാം വാർഡ് മെമ്പർ നൂർജഹാൻ, ഇവിടെ ആശംസകൾ അർപ്പിച്ച 10ാം വാർഡ് മെമ്പർ ആരിഫ ഷരീഫ്, വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, നമ്മളിന്ന് വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ്. കാരണം ഈ അംഗനവാടിയുടെ വാർഷികം എന്നതിലുപരി ഈ അംഗനവാടിയിൽ പഠിച്ചു വളർന്ന് ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ, അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതേമാതിരി ഈ ഇന്ന് യാത്രയപ്പ് നൽകുന്ന ഈ അംഗനവാടിയുടെ ഹെൽപ്പർ ബേബി ചേച്ചി, അവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതേമാതിരി നമ്മുടെ ഈ പരിപാടി, ഈ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ, ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. തുടർന്ന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നു നവോദയ കോളേജ് പി അബ്ദുൽ ഗഫൂർ മാസ്റ്റർ. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന 11ാം വാർഡ് മെമ്പർ നൂർജഹാൻ അവരുകളെ, ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയദർശിനി അംഗനവാടിയുടെ പൂർവ്വ വിദ്യാർത്ഥിയും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയുമായ ഡോക്ടർ കെ എ സലീല, അതുപോലെ തന്നെ 10ാം വാർഡ് മെമ്പർ ആരിഫ കാവുങ്ങൽ, 9ാം വാർഡ് മെമ്പർ പ്രിയ സുഹൃത്ത് വാസുദേവൻ അവർകൾ, വേദിയിലും സദസ്സിലുമായി ഒരുമിച്ച് ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, കുഞ്ഞുമക്കളെ, നമ്മുടെ നാടിൻ്റെ പ്രഥമ സരസ്വതി ക്ഷേത്രമായിട്ടുള്ള പ്രിയദർശിനി അംഗൻവാടിയുടെ മഹത്തായ ഒരു വാർഷികാഘോഷ പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ വളരെ കാലം സേവനമനുഷ്ഠിച്ചൊരു നമ്മുടെ ഒരു പുരുഷായുസ് എന്നൊക്കെ പറയാറുണ്ട്, ഒരു ആയുസിൻ്റെ മഹാഭൂരിപക്ഷം കാലവും ഈ മഹത്തായ വിദ്യാലയത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച് നമ്മുടെ
നാട്ടിലെ കുട്ടികളുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി മാറിയ, ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ബേബി ചേച്ചി കുട്ടികളുടെ ഹൃദയത്തിൽ മാത്രമല്ല, നമ്മളെപ്പോലുള്ള മുതിർന്ന ആളുകൾക്കും ബേബി ചേച്ചി ഒരു സഹോദരിയുടെ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഈ പ്രദേശം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചരിത്രം പറയുകയാണെങ്കിൽ കലാപരമായിട്ടുള്ള ഞാനടക്കമുള്ള ഒരുപാട് ഇന്നത്തെ ഒരു 50 വയസ്സ് 55 വയസ്സൊക്കെ പ്രായമുള്ള ആളുകൾക്ക് ഈ നാട് കലാപരമായിട്ട് ആതിഥ്യം അരുളിയിട്ടുള്ള ഒരു നാടാണ്. അതിന് നേതൃത്വം വഹിച്ചതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ വാസു കാവഞ്ചേരി എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്ന ആള്, നമ്മുടെ ഏട്ടൻ. അവരുടെയൊക്കെ കലാപരമായിട്ടുള്ള പ്രകടനങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാനടക്കമുള്ള ആളുകളൊക്കെ ഈ ഒരു കലാരംഗത്തേക്ക് മെല്ലെ മെല്ലെ പിച്ച വെച്ച് തുടങ്ങിയത്. ഒരുപാട് ആളുകളെ ഓർമ്മയിൽ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടൻ ഇന്നസെൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പണ്ട്, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നസെൻ്റ് വന്ന സമയത്ത് വേദിയിലുണ്ടായിരുന്നവരാണ് ശങ്കരൻകുട്ടിയേട്ടനൊക്കെ. അന്ന് ഇന്നസെൻ്റ് പ്രസംഗിക്കുമ്പോൾ കുറേ സുഹൃത്തുക്കൾ സ്റ്റേജിനടിയിൽ സ്റ്റേജ് പൊളിഞ്ഞാടുമെന്ന് പേടിച്ച് അതിങ്ങനെ പിടിച്ച് നിൽക്കുകയായിരുന്നു. സ്റ്റേജ് പൊളിഞ്ഞാടുന്നുള്ള കണ്ടീഷനൊക്കെ വന്നപ്പോൾ കുറേ സുഹൃത്തുക്കൾ സ്റ്റേജിൻ്റെ അടിയിൽ സ്റ്റേജ് താങ്ങി പിടിച്ചു ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മിമിക്രി, മോണാക്ട്, അതുപോലെ തന്നെ നാടകം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വേണ്ട പ്രോത്സാഹനം നൽകിയിട്ടുള്ള ആളുകളാണ് ബേബി ചേച്ചിയും നമ്മുടെ ഈ ഏട്ടന്മാരൊക്കെ തന്നെ, വാസു കാവഞ്ചേരി അടക്കമുള്ള ആളുകൾ. അത് ഈ ഒരു വേദിയിൽ, അത് ആ ഒരു കാലത്ത് ഇവിടെ തന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അറിയാതെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അപ്പോൾ ഏതായാലും ഈ വൈകിയ വേളയിൽ സുദീർഘമായിട്ടൊരു പ്രസംഗം നടത്തുന്നില്ല. ഇവിടെ അംഗൻവാടിയുടെ പ്രസക്തിയെക്കുറിച്ച് സ്വാഗത പ്രഭാഷകനടക്കം അതുപോലെ തന്നെ മനോഹരമായിട്ട് നമ്മുടെ ഇവിടുത്തെ രക്ഷിതാക്കൾക്ക് നല്ല നല്ല സന്ദേശങ്ങൾ നൽകിയ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള വിദ്യാർത്ഥിനി നൂർജഹാൻ അടക്കം, ഡോക്ടർ KS സലീൽ അടക്കം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. അതിനൊന്ന് അടിവരയിടാൻ മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ ശ്രമിക്കുന്നത്. വായനയെക്കുറിച്ചാണ് നമ്മുടെ ഡോക്ടർ വളരെ സവിസ്തരം പ്രതിപാദിച്ചത്. അതുപോലെ മേക്കപ്പിനെ കുറിച്ച് അവർ പറഞ്ഞിരുന്നു. ഇതൊക്കെ ഒരു ഡോക്ടർ എന്ന നിലക്ക് ആധികാരികമായിട്ട് ഒരു അറിവാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ മേക്കപ്പ് സാധനങ്ങളും നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതൊക്കെ തന്നെ നമ്മുടെ ബ്ലഡിലേക്ക്, അഥവാ നമ്മുടെ രക്തത്തിലേക്കാണ് അരിഞ്ഞിറങ്ങുന്നത്. ഏതൊരു കെമിക്കൽ പ്രൊഡക്റ്റും നമ്മൾ നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കുമ്പോൾ, യൂസ് ചെയ്യുമ്പോൾ അത് മെല്ലെ മെല്ലെ ബ്ലഡിലേക്ക് അരിഞ്ഞിറങ്ങുക ചെയ്യുക. ഈ ബ്ലഡ് 24 ഹവറും ഈ ബ്ലഡ് ഇങ്ങനെ ബോഡിയിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുക, രക്തചംക്രമണം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിലൂടെ കുറച്ച് അവയവങ്ങളിലൂടെ ബ്ലഡ് പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അവയവമാണ് കിഡ്നി അഥവാ വൃക്ക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും വലിയ സംഭാവന പിരിവ് നടക്കുന്നത് വൃക്ക രോഗികൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ ഈ കിഡ്നിയിലൂടെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിഡ്നിയുടെ ജോലി ബ്ലഡിലെ എല്ലാ മാലിന്യങ്ങളെയും അരിച്ചു മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ അരിച്ചു മാറ്റി മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി കുറേ മാലിന്യങ്ങളുണ്ട്, അതിന് വൃക്കക്ക് പ്രശ്നമല്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെയും നമ്മൾ പുരട്ടുന്ന ഇത്തരത്തിലുള്ള കെമിക്കലുകളിലെയും മാലിന്യങ്ങൾ നമ്മുടെ കിഡ്നിക്ക് വലിയ വേദന സൃഷ്ടിക്കും. കിഡ്നിക്ക് പറയാൻ നാവുണ്ടെങ്കിൽ നമ്മൾ കിഡ്നിയുടെ ഒരുപാട് ദീനരോധനങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരായി മാറും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾക്കൊക്കെ തന്നെ, മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ തന്നെ പടച്ച തമ്പുരാൻ അത്യാവശ്യം സൗന്ദര്യം തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു എക്സ്ട്രാ സൗന്ദര്യമൊക്കെ ഉണ്ടാവണം എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനികളാണ്. സോപ്പിനെ പറ്റിയുള്ള പരസ്യങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബോഡി ലോഷൻസിനെ പറ്റിയുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് നൽകി നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്ന ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളാണ്. സൗന്ദര്യം ഉണ്ടാവാൻ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ മതി. സാധാരണ വെളിച്ചെണ്ണ നമ്മളെ ബോഡിയിൽ നമ്മൾ തേച്ച്, നമുക്കറിയാമല്ലോ ഇപ്പം പ്രസവിച്ച സ്ത്രീകളൊക്കെ 40 ദിവസം കിടന്നിട്ട് എണ്ണ തേച്ച് കുളിച്ചിട്ടാണ് പുറത്തിറങ്ങുക. 41-ാം ദിവസം കണ്ട് പുറത്തിറങ്ങി ആ ട്യൂബ്ലൈറ്റ് കത്തുന്നവരല്ലേ ചിരിക്കുക. അതിൻ്റെ ആവശ്യമുള്ള സത്യത്തിൽ പല സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും മെയിൻ ചേരുവ വെളിച്ചെണ്ണയാണ്. അപ്പം അതുകൊണ്ട് ഡോക്ടറെ പറഞ്ഞ കാര്യം എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന വിഷയം, കിഡ്നിക്കാണ് ബാധിക്കുക.
പിന്നെ ലിവറിനാണ് ബാധിക്കുക. ഈ കിഡ്നിയുടെയും ലിവറിൻ്റെയും ജോലി എന്ന് പറയുന്നത്, ലിവർ എന്ന് പറഞ്ഞാൽ കരളിൻ്റെയും കിഡ്നിയുടെ ജോലി എന്ന് പറഞ്ഞാൽ രക്തത്തെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് ചുമതല അവർ നിർവിഘ്നം നമ്മുടെ ആയുഷ്കാലം അവസാനം വരെ നിർവഹിച്ചുകൊണ്ടിരിക്കുക. അതിന് പണിയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയപ്പെട്ട ഈ മേക്കപ്പ് സാധനം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ട, മുതിർന്നവർക്കും ആവശ്യമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ, ഡോക്ടർ പറഞ്ഞ പോലെ കല്യാണ ദിവസമൊക്കെ ആയിക്കോട്ടെ, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം. വായനയുടെ കാര്യം പറഞ്ഞു. ഇന്ന് അംഗൻവാടി കുട്ടികൾ മാത്രമല്ല, +2 തലത്തിലുള്ള കുട്ടികൾ പോലും പത്രം വായിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ നിന്ന സ്ഥാനാർത്ഥികളെ പറ്റിയൊക്കെ ഞാൻ ചില ആളുകളോട് ചോദിച്ചു. ഡിഗ്രിയൊക്കെ കഴിഞ്ഞൊരു പയ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്, നീ ഇന്ന സ്ഥാനാർത്ഥിനെ അറിയോ? എന്ത് സ്ഥാനാർത്ഥി? കേരളം മൊത്തം അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ് ഒരാൾ. എന്നിട്ട് പോലും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക്, ഡിഗ്രി കഴിഞ്ഞവർക്ക് പോലും ഇവരെ കുറിച്ചൊരു ബോധമില്ല, രാഷ്ട്രബോധമില്ല, രാഷ്ട്രീയ ബോധമില്ല, ചരിത്രം അറിഞ്ഞുകൂടെ കുട്ടികൾക്ക്. അങ്ങനെ ഒരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുക. ഇതിനെതിരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ അംഗൻവാടിയിലെ തൊഴിലാളികളടക്കം, അഥവാ ടീച്ചർമാരടക്കം, അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള എല്ലാ LP UP സ്കൂളിലൊക്കെ എല്ലാ അധ്യാപകർക്കും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. വായന മരിച്ചിരിക്കുന്നു. ഇന്ന് റീൽസിലാണ് എല്ലാവരും. റീൽസ് ഇങ്ങനെ കാണാൻ ചിരിക്കുക, ഫുൾ ടൈം ചിരി, ഫുൾ റീൽസ്. ആർക്കും ആരെയും നോക്കാൻ നേരമില്ല. വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനെ നോക്കാൻ ഭാര്യയ്ക്ക് നേരമില്ല, ഭാര്യ റീൽസിലാണ്. ഭർത്താവ് വന്ന് കുളി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും റീൽസിലാണ്, രണ്ടാമതും റീൽസിലാണ്. ഇതിലേക്ക് വല്ലതും ചോദിച്ചാൽ പിണങ്ങും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. ഇതൊക്കെ മാറേണ്ടതുണ്ട്, പക്ഷെ പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല. അത്രമാത്രം മീഡിയ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഈ പ്രസംഗം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ആര് വന്ന് പ്രസംഗിച്ചാലും ഇതിലൊന്നും വലിയ മാറ്റം വരാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം രസകരമാണ് റീൽസുകൾ, തമാശകളാണ് റീൽസുകൾ. നല്ല നല്ല റീൽസുകളുണ്ട്. ചുരുങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധമണ്ഡലത്തെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന ഒരുപാട് റീൽസുകളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കാണില്ല. കാരണം ഒരു കുട്ടി ഒരു മൊബൈൽ എടുത്ത് അതിലൊരു സിം ഇട്ട് കഴിഞ്ഞാൽ, നമ്മൾ അതിലേതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ വരുന്നതൊക്കെ നമുക്ക് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ അനുഭവിക്കാം. നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയച്ചല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഈ പ്രദേശത്തിൻ്റെ കെടാവിളക്കായി നമ്മുടെ ഈ പ്രിയദർശിനി അംഗനവാടി മാറട്ടെ. ഇവിടുന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അംഗൻവാടികൾക്ക്, ഇപ്പം ഞങ്ങളെ മക്കളൊക്കെ, എൻ്റെ ഷാജാൻ്റെ ഒക്കെ എല്ലാ മക്കളും അംഗൻവാടി തന്നെ പഠിച്ചത്. ഞങ്ങൾ ആരും LKG UKG ഒന്നും ചേർത്തില്ല. അതുകൊണ്ട് വളരെ അഭിമാനപൂർവ്വം ഇവിടെ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. അംഗൻവാടി വ്യക്തിത്വ വികാസത്തിൻ്റെ ആദ്യത്തെ യൂണിറ്റാണ്. ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിൻ്റെ ആദ്യത്തെ യൂണിറ്റാണ് അംഗൻവാടി. അംഗൻവാടിയിൽ പറഞ്ഞയക്കണം. ടീച്ചർ പറഞ്ഞല്ലോ, കമല ടീച്ചർ പറഞ്ഞു, അംഗൻവാടിയിൽ നിന്ന് വ്യക്തിത്വ വികാസം നടക്കുന്നു. ശരിയാണ്. വീടാണ് ആദ്യത്തെ പാഠശാല, പാഠശാലയാണ് രണ്ടാമത്തെ വീട്. രണ്ടാമത്തെ വീട് എന്ന് പറയുമ്പോൾ അത് പാഠശാലയാണ്. അവിടുത്തെ അധ്യാപകർ അച്ഛനമ്മമാർക്ക് തുല്യമാണ്. 10 വയസ്സ് വരെ കുട്ടികളെ തല്ലാനൊന്നും പാടില്ല. 10 വയസ്സ് വരെ. ഏറ്റവും പുതിയ കോൺസെപ്റ്റ്, എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശിക്ഷയില്ലാത്തൊരു രീതിയാണ്. കുട്ടികളെ കളിയിലൂടെയും പാട്ടിലൂടെയും പഠിപ്പിക്കുന്ന രീതി. എന്തും പാട്ടിലൂടെ പഠിപ്പിക്കാം, കളിയിലൂടെ പഠിപ്പിക്കാം. കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാം. അടിയുടെ ഒന്നും ആവശ്യമില്ല, വഴക്കിൻ്റെ ആവശ്യമില്ല. സ്നേഹം കൊടുത്താൽ നേരാവാത്ത ഒരു കുട്ടികളുമില്ല എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. പുതിയ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ് അതാണ്. 10 വയസ്സിന് ശേഷം, കുറച്ച് പ്രായം എത്തിയതിന് ശേഷം നമുക്ക് തല്ലും ശകാരമൊക്കെ ആവാം. അതുവരെ കുട്ടികളെ പേടിപ്പിക്കുവാനോ ഒന്നും പാടില്ല. കാരണം അതൊക്കെ പീഡനത്തിൻ്റെ പട്ടികയിലാണ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് ഈ പ്രദേശത്തെ മൊത്തം കുട്ടികളും ഒഴുകി വരാനുള്ള സാഹചര്യം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെ സൃഷ്ടിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ കെടാവിളക്കായി പ്രിയദർശിനി അംഗനവാടി മാറട്ടെ. ഈ അംഗനവാടിയുടെ ചരിത്രമൊക്കെ ഇവിടെ സ്വാഗത പ്രഭാഷകൻ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. മൺമറഞ്ഞു പോയ അത്തരം ആളുകളൊക്കെ, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ നിത്യശാന്തിക്ക് വേണ്ടി അവസരത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ വേദിയിലിരിക്കുന്ന ഒരുപാട് കാരണവന്മാർ, അവരൊക്കെ ഈ അംഗനവാടിക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത ആളാണ്. മനസ്സുകൊണ്ടൊക്കെ നമ്മളും ഈ അംഗനവാടിയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കൂടുതൽ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ വികസിക്കാനുള്ളൊരു അവസരമാണ് നൽകുന്നത്. ഏതൊരു മനുഷ്യനും ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ അവർക്ക് തനതായ ചില കഴിവുകളുണ്ട്. സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ, പാടാൻ കഴിവുള്ള ആളുകൾ. ആദമിൻ്റെ മക്കളായ നമ്മളൊന്നല്ലേ, ആരുമാർക്കും അന്യരല്ല, ചോരയൊന്നല്ലേ, നമ്മുടെ ചോരയൊന്നല്ലേ. പല മതങ്ങൾ, ജാതികൾ, പല മാതിരി മാമൂലുകൾ,
പലതിലും പെട്ടകന്നു നമ്മൾ പല വഴിക്ക് യാത്രയായി. എങ്കിലും നാം ഒടുവിലണയണ തീരമൊന്നല്ലേ. ഏതു നദിയും ഒഴുകിടുന്നത് കടലിലേക്കല്ലേ. ആദമിൻ്റെ മക്കളായ നമ്മളൊന്നല്ലേ. ആരുമാർക്കും അന്യരല്ല, ചോരയൊന്നല്ലേ, നമ്മുടെ ചോരയൊന്നല്ലേ. മനുഷ്യർ തമ്മിലിന്ന് കഴുത്തറക്കണ കാലമായി. സ്നേഹമില്ല, നീതിയില്ല, ധർമ്മവും വിലപിക്കയായി. എവിടെയും മനുഷ്യന്റെ ചോര കറപുരണ്ട് മലിനമായി. എവിടെയും ജീവന്റെ നീറും ഗദ്ഗദങ്ങൾ ബാക്കിയായി. ആദമിൻ്റെ മക്കളായ നമ്മളൊന്നല്ലേ. ആരുമാർക്കും അന്യരല്ല, ചോരയൊന്നല്ലേ, നമ്മുടെ ചോരയൊന്നല്ലേ. ഈ ദുരിതങ്ങൾ കരുതി നമ്മൾ തന്നെ കാണണം. ഇവിടെ നമ്മൾക്കൊക്കെയും മനഃശാന്തി കൈവന്നിടണം. നമ്മളൊന്നായി ഒരു മനസ്സായി പുതിയ ലോകം പണിയണം. നന്മകൾ വീതച്ചു സ്നേഹത്തിൻ്റെ കനകം കൊയ്യണം. ആദമിൻ്റെ മക്കളായ നമ്മളൊന്നല്ലേ. ആരുമാർക്കും അന്യരല്ല, ചോരയൊന്നല്ലേ, നമ്മുടെ ചോരയൊന്നല്ലേ, നമ്മുടെ ചോരയൊന്നല്ലേ. ഇങ്ങനെ പാടാൻ കഴിവുള്ള ആളുകളുണ്ട്. അവരെ പാടിപ്പിക്കാൻ ഇത്തരത്തിലുള്ള വേദികൾ നമുക്ക് സഹായിക്കും. സംസാരിക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. ഇതൊക്കെ കഴിവ് എല്ലാം കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകളെ നമ്മളായിട്ട് മുരടിപ്പിച്ച് കളയാതിരുന്നാൽ മതി. വീട്ടിൽ നിന്നൊക്കെ ഒരു കുട്ടി പാട്ട് പാടുമ്പോൾ ഉഷാറായിരിക്കുന്ന നമ്മൾ രക്ഷിതാക്കൾ പറയേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതിലൊരു ചെറിയ ന്യൂനത വലുതാക്കിയിട്ട് അവരെ കളിയാക്കും. അതോടുകൂടി കുട്ടി എന്ത് ചെയ്യും? താഴേക്ക് പോകും. കുട്ടിയുടെ കഴിവുകൾ കൂമ്പടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അതിനെ കുറ്റം പറയുക, കളിയാക്കുക എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഫാമിലികളിലാണ്, പിന്നെ നാട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ, പണ്ടൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ധാരാളം ചെറുപ്പക്കാർ, അതുപോലെ തന്നെ കൗമാരക്കാർ, ബാല്യക്കാരൊക്കെ ഓടി പല പ്രോഗ്രാമിലും പങ്കെടുക്കാൻ വേണ്ടി പേര് നൽകുകയും അതിനുവേണ്ടി ദിവസങ്ങളോളം റിഹേഴ്സലൊക്കെ, വീടൊക്കെ വാടക എടുത്തിട്ടാണ് ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് നാടകമൊക്കെ റിഹേഴ്സൽ ചെയ്തിരുന്നത്, വീട് വാടക എടുത്തിട്ട്. അത്രമാത്രം എഫേർട്ട് ഇതിനൊക്കെ വേണ്ടി എടുത്തിട്ടുള്ള ഒരുപാട് നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അവർക്ക് നല്ല സമ്മാനങ്ങളൊക്കെ നൽകിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. നല്ല വാക്ക് പറയുക. വീട്ടിലെത്തിയാൽ അവർക്ക് നല്ല നീ ചെയ്ത് എത്ര ഫാൾട്ട് ഉണ്ടെങ്കിലും, കുട്ടികളുടെ അടുത്ത് എത്ര ഫാൾട്ട് പറ്റിയാലും നീ ഉഷാറായിരുന്നു പറയാം. അങ്ങനെ ഉഷാറായെന്ന് പറയും തോറും കുട്ടികൾ വീണ്ടും വീണ്ടും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ തയ്യാറാവുകയും അങ്ങനെ അവരുടെ കഴിവ് വികസിക്കുകയും അങ്ങനെ ചാനലിലും മറ്റൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ച് നാട്ടിലും പുറത്തൊക്കെ പ്രശസ്തരായിട്ടുള്ള ആളുകളായി മാറാൻ അവർക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് കലാകാരന്മാരും കലാകാരികളും വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി. പ്രിയമുള്ളവരെ, ഈ അംഗനവാടിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇനി വേദിയിൽ നടക്കാൻ പോകുന്നത്. ആദ്യമായി ഈ അംഗനവാടിയിൽ 36 വർഷത്തെ സേവനത്തിന് ശേഷം പിരിഞ്ഞു പോകുന്ന ദേവയാനി എന്ന ബേബി ചേച്ചിയെ ആദരിക്കുകയാണ്. ആദരിക്കുന്നത് 9ാം വാർഡ് മെമ്പർ വാസുദേവൻ പി. ആദരിക്കുന്നതിന് വേണ്ടി വാസുദേവൻ പിയെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബേബി ചേച്ചിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. ഈ സ്ഥാപനം ബേബി ചേച്ചിക്ക് സംഘാടക സമിതി വക ഒരു ഉപഹാരം സമർപ്പിക്കുന്നു. വാസുദേവൻ
പി. അടുത്തതായി കമൽ ടീച്ചർ ഒരു ഉപഹാരം സമർപ്പിക്കുന്നു. ഇനി ഈ സ്ഥാപനത്തിൻ്റെ ഈ നാട്ടിലെ ഉയർച്ചയ്ക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ച കുറച്ച് വ്യക്തിത്വങ്ങൾ ഇവിടെ ആദ്യമായി നമ്മുടെ സ്ഥാപനത്തിന് സ്വന്തമായി സ്ഥലം അനുവദിച്ച വാലിയിൽ അറമുകേട്ടിനെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകി അടുത്തിയെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അവരെ ആദരിക്കുന്നത് കമല ടീച്ചർ. കമല ടീച്ചറെയും ജാനകി ചേച്ചിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് ആദരവേറ്റു വാങ്ങുന്നത് ശങ്കരൻകുട്ടി TP. അദ്ദേഹത്തെ ആദരിക്കുന്നത് ഗഫൂർ മാസ്റ്റർ. അബ്ദുള്ളക്കുട്ടി മീനടത്തൂർ വേദിയിലേക്ക് എത്തേണ്ടതാണ്. അബ്ദുള്ളക്കുട്ടി മീനടത്തൂർ വേദിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അടുത്തതായി നമ്മൾ ആദരിക്കുന്നു വാസു കാവഞ്ചേരി. നമ്മുടെ നാട്ടിൻ്റെ ഒരു കാലത്തെ കലാസാംസ്കാരിക രംഗത്ത് പ്രമുഖ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വാസു കാവഞ്ചേരി ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്നത് അബ്ദുള്ളക്കുട്ടി മീനടത്തൂർ. വാസുവേട്ടനെ ആദരിക്കുന്നത് അബ്ദുള്ളക്കുട്ടി മുളക്കൽ. അബ്ദുള്ളക്കുട്ടി മീനടത്തൂർ അദ്ദേഹത്തെയും വാസുവേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് ആദരവേറ്റു വാങ്ങുന്നു ബാപ്പു മുളക്കൽ. ബാപ്പു മുളക്കൽ ആദരിക്കുന്നു ഗിരീഷ് കോലോത്ത് വളപ്പിൽ. അടുത്തത് ചീരൻ NP. ആദരിക്കുന്നത് ഗഫൂർ മാസ്റ്റർ. അടുത്തത് ഹരിദാസൻ ചാണയിൽ. ആദരിക്കുന്നത് ഹംസ KV. ഹരിദാസൻ ചാണയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു ഹംസ KV. വാലിയിൽ ഹരിദാസൻ അദ്ദേഹം സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. വാലിയിൽ ഹരിദാസൻ അദ്ദേഹം സ്റ്റേജിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അടുത്തത് ദിനേശൻ K. അദ്ദേഹത്തെ ആദരിക്കുന്നു ഗിരീഷ് KV. അടുത്തത് അബ്ദുറഹ്മാൻ മീനടത്തൂർ. അദ്ദേഹത്തെ ആദരിക്കുന്നു ഗഫൂർ മാസ്റ്റർ. അടുത്തതായിട്ട് കുഞ്ഞിപ്പ കാവഞ്ചേരി ഷാജഹാൻ ആദരിക്കുകയാണ്. അടുത്തതായിട്ട് ആദം കല്ലിങ്ങലകത്ത് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ശങ്കരൻകുട്ടിയെ ക്ഷണിക്കണം.
ഹരിദാസൻ KV അടുത്തത്. ഹരിദാസൻ ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ മകൾ അനഘയെ ക്ഷണിക്കുന്നു. ഹരിദാസൻ KVക്ക് വേണ്ടി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകൾ അനഘയെ ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നത് വാർഡ് മെമ്പർ നൂർജഹാൻ. നമ്മുടെ ഈ വാർഷികാഘോഷ യാത്രയപ്പ് സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിൻ്റെ വേദി ഇവിടെ അവസാനിക്കുകയാണ്. ഈ വേദിയിൽ നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ സംഘാടക സമിതി കൺവീനറും നമ്മുടെ ടീച്ചറുമായിട്ടുള്ള കമൽ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ ഈ പ്രിയദർശിനി അംഗൻവാടിയുടെ വാർഷികാഘോഷവും പ്രിയദർശിനി അംഗൻവാടിയിൽ വർക്ക് ചെയ്ത ബേബി ചേച്ചിക്ക് ഉള്ള യാത്രയയപ്പുമാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനിയായ ഡോക്ടർ ഷെലീല അവർകൾക്കും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം മുതലേ പ്രയത്നിച്ച സംഘാടക സമിതി അംഗങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മറ്റു എല്ലാ മുഖ്യ വ്യക്തികൾക്കും എൻ്റെ പേരിലും അംഗൻവാടിയുടെ പേരിലും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നല്ലവരായ നാട്ടുകാർക്കും നന്ദി പറയുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ ആരംഭിക്കുന്നു. അംഗനവാടിയിലെ കൊച്ചുകുട്ടികളുടെയും നാട്ടിലെ കലാപ്രവർത്തകരുടെയും കലാപ്രകടനങ്ങൾ ഈ വേദിയിൽ അരങ്ങേറുന്നു. क्यों दूर है ये इश्क का जो फितूर है नशे में दिल तेरे चूर है अब तो होश ना खबर है കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞോനി അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ, നേർവഴി കാട്ടി പിഴവെല്ലാം പൊറുത്തിടണേ. നീറുന്ന മനസ്സിൽ നീ കുളിർ വീശി തരണേ, നിയമത്തും റഹ്മത്തും നിറക്കെന്റെ പരനേ. പരമദയാപരനായൊരു സുബ്ഹാനേ, എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്കിനി റഹ്മാനേ. അല്ലാഹു അല്ലാതാരുമില്ലൊരു രക്ഷ എനിക്ക്, ആദിയോനെ ഇന്നെനിക്ക് കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീ അല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ.
നിൻ കുതിരത്തിൻ കാരങ്ങളാൽ ചലിച്ച് കല്ലാക്കിൻ കാതിരോർത്തിട്ടെന്റെ മാനം തുടിച്ച് എത്തിര ആനന്ദഗോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിനു കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാം അമൈത്ത് പോറ്റിയിടും പെരിയോനല്ല ആലുമല്ലോ ഇവായവനല്ല കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീ എല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. ഓരോരോ വീർപ്പിലെൻ്റെ ആയുസ്സെണ്ണം കുറയും ഓർക്കുമ്പോൾ മാനതാരിൽ ഭയം വന്ന് നിറയും മഹിഷര സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും മന്നാനെ സ്വർഗത്തിലൊരിടം തന്ന് കനിയൂ ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക് ഇടറാതെ കൽവിൽ ഈ മാനൂട്ടിനി എന്നെ നടത്തിക്ക് യാ ഇലാഹി നീയാണെല്ലാത്തിനും രക്ഷ എന്തിനാണ് ഈ അഗ്നി പരീക്ഷ കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീ എല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീ എല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ. താങ്ക് യു. മോഷികവാഹന മോദക കഥാ മരകർണ വിടമൂലിത സൂത്ര വാമനരൂപ മഹേശ്വര പുത്ര
വിഘ്നവിനായക പാദനമസ്തേ പാദനമസ്തേ താങ്ക് യു. റെഡി ആയിട്ടുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വേദിയിൽ കഥ പറച്ചിൽ അവതരിപ്പിക്കുന്നു അനൈക്കെ. വേദിയിൽ കഥ പറച്ചിൽ അവതരിപ്പിക്കുന്നു അനയ് കൃഷ്ണ കെ. വന്ദനം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് സുന്ദരി പശുവും മാൻകുട്ടിയും. ഒരിടത്ത് അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു ആ പശുക്കുട്ടിയുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയെയും കൂട്ടി പുല്ലു മേയ്ക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ലു മേയുന്നതിനിടയിൽ ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം കണ്ടപ്പോൾ മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എന്റെ കൂടെ കാട്ടിലേക്ക് വരുമോ? എന്ത് രസമാണറിയോ കാട് കാണാൻ. എത്ര പഴങ്ങളാ, എത്ര പൂക്കളാ, പരമായ പുല്ലുകളുമുണ്ട്. നീ കൊണ്ടതൊക്കെ തരാം. പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, എന്ത് രസം, എത്ര പഴങ്ങളാ, എത്ര പൂക്കളാ, മനോഹരമായ പുല്ലുകളും. സുന്ദരി അങ്ങനെ അവിടെ കളിച്ചും രസിച്ചും നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത്. ഗർ ഗർ. സുന്ദരി പേടിച്ചുപോയി. സുന്ദരി മാൻകുട്ടിയോട് ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, അതെന്താണ് ആ ശബ്ദം? മൃഗങ്ങളെല്ലാം പേടിച്ച് ഓടുന്നുണ്ടല്ലോ. കൂട്ടത്തിൽ മാൻകുട്ടിയും അതാ ഓടാൻ തുടങ്ങും. ഓട്ടത്തിനിടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി സുന്ദരി, നീയും ഓടിക്കോ, കാട്ടിന്റെ രാജാവ് സിംഹം വരുന്നു. സുന്ദരിയും ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ സുന്ദരി പറഞ്ഞു, മാൻകുട്ടി മാൻകുട്ടി, നീ കാടിന്റെ ഭംഗിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. കാടിലെ അപകടങ്ങളെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്കിപ്പോൾ മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അതും പറഞ്ഞ് സുന്ദരി അവിടെ നിന്ന് ഓടിപ്പോയി.
സുന്ദരിയും കാത്ത് അപ്പും വീട്ടുമുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോൾ ഒരു സന്തോഷം ഇന്നൊരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയിട്ടേയില്ല. നന്ദി, നമസ്കാരം. താങ്ക് യു. വേദിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ പേര് നൽകിയിട്ടുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യുക. ഹലോ ഹലോ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. 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 ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. 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 നാലാള് കൂടണല്ലോ, നാടാകെ ചുറ്റണല്ലോ. നാടാകെ കൂടിയിട്ട് രാക്കുളി കൂടണല്ലോ. ദേശം ചുറ്റിക്കരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റിക്കരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റിക്കരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റിക്കരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. പിണ്ടിയൊടിച്ച് വന്നേ, പിണ്ടിയും കുത്തിയല്ലോ. കൈത്തിരി കത്തുന്നല്ലോ ലോകത്തിൻ പൊൻവിളക്കേ. ചുട്ടുമെരിയുന്നേ നടന്നോരത്തരമറയുന്നേ. ഓരം ചേർന്ന് നടന്നോരും പല പണ്ടിക്കുന്ന് കയറുന്നേ. ഓലച്ചുട്ടുമെരിയുന്നേ നടന്നോരത്തരമറയുന്നേ. ഓരം ചേർന്ന് നടന്നോരും പല പണ്ടിക്കുന്ന് കയറുന്നേ. ഓരം ചേർന്ന് നടന്നോരും പല പണ്ടിക്കുന്ന് കടന്നോരും മുറ്റത്താകെ നിരക്കുന്നേ. നിറമാനം മെല്ലെ ഇരുട്ടുന്നേ. ഓരം ചേർന്ന് നടന്നോരും പല പണ്ടിക്കുന്ന് കടന്നോരും മുറ്റത്താകെ നിരക്കുന്നേ. നിറമാനം മെല്ലെ ഇരുട്ടുന്നേ. മാർക്കും ഉയരണല്ലോ, നാടുവരെ വിതന്നേ. വീമ്പ് മുറുക്കണല്ലോ, കൊല്ലുമെതിയണമേ. നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ അവർ അഞ്ചാം കുന്ന് കയറുന്നേ. പള്ളിക്കുന്നിലെ മുറ്റത്ത് പടപൂഴിക്കങ്കമൊരുങ്ങുന്നേ. നെഞ്ചിൽ തഞ്ചമൊരുങ്ങുന്നേ അവർ അഞ്ചാം കുന്ന് കയറുന്നേ. പള്ളിക്കുന്നിലെ മുറ്റത്ത് പടപൂഴിക്കങ്കമൊരുങ്ങുന്നേ. കൊമ്പൻ തുമ്പി ചുഴച്ചുന്നേ, കടുവ കണ്ണ് കലങ്ങുന്നേ. വമ്പന്മാർ അവർ രണ്ടാളും നേരെ നേരെ പാഞ്ഞ തടുക്കുന്നേ. കൊമ്പൻ തുമ്പി ചുഴച്ചുന്നേ, കടുവ കണ്ണ് കലങ്ങുന്നേ. വമ്പന്മാർ അവർ രണ്ടാളും നേരെ നേരെ പാഞ്ഞ തടുക്കുന്നേ. മുണ്ടു മുറിക്കണല്ലോ, വമ്പു പിടിക്കണല്ലോ. മണ്ണ് പറക്കണല്ലോ, വെള്ളിടി വെട്ടണല്ലോ.
ഹായ് ഫ്രണ്ട്സ്, ഞാൻ സന്ധ്യ സുനിൽ, സന്ധ്യ CC. नंदगोपाल हरे भजरे नंदगोपाल हरे भजरे नंदगोपाल हरे भजरे नंदगोपाल हरे Thank you.